നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചൈനയിൽ നിന്നെത്തിയ മിറക്കിൾ ഫ്രൂട്ട് കേരളത്തിലും തരംഗം. രുചി വൈവിധ്യങ്ങൾ കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കുന്ന മിറക്കിൾ ഫ്രൂട്ട് കേരളത്തിലെ കർഷകർക്കും വിപണിക്കും പുതിയ പ്രതീക്ഷയാകുന്നു. ചൈനയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും എത്തിയ ഈ വിദേശി പഴം കേരളത്തിലെ കാലാവസ്ഥയുമായി അതിവേഗം ഇണങ്ങിച്ചേർന്നതോടെയാണ് വിപണിയിൽ ഇതിന് പ്രിയമേറിയത്. നിലവിൽ കിലോയ്ക്ക് 250 രൂപ വരെയാണ് വിപണി നിരക്ക്. നാവിനെ പറ്റിക്കുന്ന അത്ഭുത പഴം. ഈ പഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സ്വാദാണ്. മിറക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം നാരങ്ങയോ മറ്റ് പുളിയുള്ള ഭക്ഷണങ്ങളോ കഴിച്ചാൽ അവ അതീവ മധുരമുള്ളതായി അനുഭവപ്പെടും. പഴത്തിൻ്റെ മിറക്കുലിൻ എന്ന പ്രോട്ടീനാണ് നാക്കിലെ രുചി മുകളങ്ങളെ സ്വാധീനിച്ച് പുളിയെ മധുരമാക്കി മാറ്റുന്നത്. ഏകദേശം അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയും ഈ പ്രഭാവം നീണ്ടു നിൽക്കും. ഔഷധ ഗുണങ്ങളും വിപണിയും. പ്രമേഹ രോഗികൾക്ക് ആശ്വാസം. മധുരം കഴിക്കാൻ നിയന്ത്രണമുള്ള പ്രമേഹ രോഗികൾക്ക് സ്വാഭാവിക മധുരം അനുഭവിക്കാൻ ഈ പഴം സഹായിക്കുന്നു. ക്യാൻസർ ചികിത്സയിൽ കീമോതെറാപ്പി ചെയ്യുന്ന രോഗികളിൽ ഭക്ഷണത്തിനോടുള്ള മടുപ്പ് മാറ്റാനും രുചി വീണ്ടെടുക്കാനും മിറക്കിൾ ഫ്രൂട്ട് ഫലപ്രദമാണെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. കർഷകർക്കും നേട്ടം. കേരളത്തിലെ വീട്ടുമുറ്റങ്ങളിലും കൃഷിയിടങ്ങളിലും ഈ ചെടി സുലഭമായി വളരുന്നുണ്ട്. കുറഞ്ഞ പരിചരണം മതി എന്നതും ഉയർന്ന വിപണി മൂല്യവും കൂടുതൽ കർഷകരെ ഇതിലേക്ക് ആകർഷിക്കുന്നു. നേരത്തെ പ്രദർശനശാലകളിൽ മാത്രം കണ്ടിരുന്ന മിറക്കിൾ ഫ്രൂട്ട് ഇപ്പോൾ നാട്ടിൻപുറങ്ങളിലെ നഴ്സറികളിലും ഫലവർഗ വിപണികളിലും സജീവമാണ്. ആരോഗ്യ സംരക്ഷണത്തിനൊപ്പം കൗതുകം കൂടി ചേരുന്നതോടെ വരും ദിവസങ്ങളിൽ മിറക്കിൾ ഫ്രൂട്ട് വിപണി ഇനിയും സജീവമാകുമെന്നാണ് കണക്കുകൂട്ടൽ. മിറക്കിൾ ഫ്രൂട്ട് വലിയ പരിചരണമൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടുമുറ്റത്തോ ചട്ടിയിലോ വളർത്താൻ സാധിക്കുന്ന ഒന്നാണ്. ഇതിൻ്റെ കൃഷിരീതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കൃഷിരീതികൾ. അനുയോജ്യമായ മണ്ണ്. നല്ല നീർവാർച്ചയുള്ളതും അമ്ല ഗുണമുള്ളതുമായ മണ്ണാണ് ഇത് ഏറ്റവും അനുയോജ്യം. ചാണകപ്പൊടിയും മേൽമണ്ണും മണലും കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം. സൂര്യപ്രകാശം. മിറക്കിൾ ഫ്രൂട്ടിന് ഭാഗികമായി തണൽ ഇഷ്ടമാണ്. നേരിട്ടുള്ള കഠിനമായ വെയിൽ ഇലകൾ കരിയാൻ കാരണമായേക്കാം. അതിനാൽ വലിയ മരങ്ങളുടെ തണലിലോ ഷെഡ് നെറ്റിന് താഴെയോ വളർത്തുന്നതാണ് ഉചിതം. നനയ്ക്കൽ. മണ്ണിലെ ഈർപ്പം എപ്പോഴും നിലനിർത്തണം, എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. വേനൽക്കാലത്ത് ദിവസവും നനയ്ക്കുന്നത് ചെടി തഴച്ചു വളരാൻ സഹായിക്കും. രാസവളങ്ങളെക്കാൾ ജൈവവളങ്ങളാണ് നല്ലത്. ചാണകപ്പൊടി, എല്ലുപൊടി, കടലപ്പിണ്ണാക്ക് എന്നിവ ഇടയ്ക്കിടെ നൽകാം. നടീൽ വസ്തുക്കൾ. വിത്ത് വഴി കറുത്ത നിറത്തിലുള്ള വിത്തുകൾ പാകി പുതിയ തൈകൾ ഉണ്ടാക്കാം, എന്നാൽ വിത്ത് മുളച്ച് വരാൻ സമയമെടുക്കും. പതിവെക്കൽ. മാതൃചെടിയുടെ ഗുണങ്ങളുള്ള തൈകൾ വേഗത്തിൽ ലഭിക്കാൻ പതിവെക്കൽ രീതിയാണ് ഉചിതം. ഇങ്ങനെ ചെയ്യുന്നത് തൈകൾ 2ാം വർഷം മുതൽ കായ്ച്ചു തുടങ്ങും. വലിയ വീപ്പകളിലോ ഗ്രോ ബാഗുകളിലോ ഇത് വളർത്താം. ചെടി പതുക്കെ മാത്രമേ വളരുകയുള്ളൂ എന്നതിനാൽ ഫ്ലാറ്റുകളിലെ ബാൽക്കണികളിൽ പോലും ഇത് വളർത്താൻ സാധിക്കും. വലിയ ചെടിയാകുമ്പോൾ ഏകദേശം 6 മുതൽ 10 അടി വരെ ഉയരാം. കേരളത്തിലെ മിക്കവാറും എല്ലാ വലിയ നഴ്സറികളിലും ഇപ്പോൾ മിറക്കിൾ ഫ്രൂട്ട് തൈകൾ ലഭ്യമാണ്. സർക്കാർ നഴ്സറികൾ. കൃഷിഭവനുകൾക്ക് കീഴിലുള്ള നഴ്സറികളിലോ VFPCK കേന്ദ്രങ്ങളിലോ അന്വേഷിക്കാവുന്നതാണ്. സ്വകാര്യ നഴ്സറികൾ. ഹൈബ്രിഡ് തൈകൾക്ക് 150 രൂപ മുതൽ 500 രൂപ വരെ ചെടിയുടെ വലിപ്പമനുസരിച്ച് വില വരാം. എല്ലാവരും ഈ ചെടിയൊക്കെ നട്ടു നോക്കുക. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.